Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്നുള്ള പാർട്ട് 5 ലെക്ചറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നാഷണൽ ബിൽഡിംഗ് കോഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, NBC. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ലെക്ചറിൽ NBC എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തായിരുന്നു, നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബിൽഡിംഗ് റൂൾസ് റെഗുലേഷൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ നാഷണൽ ബിൽഡിംഗ് കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്താണ്, നാഷണൽ ബിൽഡിംഗ് കോഡിൽ എത്ര പാർട്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ് NBCയുടെ റിലവൻസ് എന്താണ്, ഈ 3 കുഞ്ഞു ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് NBC, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NBC ആൻഡ് ദ റിലവൻസ് ഓഫ് NBC. ഈ 2 ചോദ്യങ്ങളാണ് ഈ ഒരു ലെക്ചറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഡിഫൈൻ നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ NBC, വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് NBC. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാഷണൽ ബിൽഡിംഗ് കോഡ്. The Planning Commission of India has emerged out with efforts to unify and standardize the construction practice. അപ്പോൾ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന കൺസ്ട്രക്ഷൻ പ്രാക്ടീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും യൂണിഫൈ ചെയ്യാനും വേണ്ടി ഡെവലപ്പ് ചെയ്ത കോഡ് ബുക്കാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. NBC is prepared to unify the building regulations throughout the country. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ബിൽഡിംഗ് റെഗുലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത് വീടായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, ഹോസ്പിറ്റലായിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എന്ത് ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും അതിനൊരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മൾ ബിൽഡിംഗ് വെക്കുന്നതെങ്കിൽ റോഡിൽ നിന്ന് എത്ര മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ബിൽഡിങ് ഇരിക്കേണ്ടത്. അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈഡ് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ 2 ബിൽഡിങ്ങും തമ്മിൽ മിനിമം എത്ര മീറ്റർ ഗ്യാപ്പ് വേണം. അതേപോലെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയായിരിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മെറ്റീരിയൽസ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടത്തുള്ളൂ. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിറ്റും ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമുക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ നമ്മുടെ വർക്ക് ഫൈനലൈസ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ ലീഗലി നമുക്ക് ആ ബിൽഡിങ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഭാവിയിൽ നമ്മളത് പൊളിച്ച് കളയേണ്ടി വരും, റെഗുലേഷൻസ് അനുസരിച്ചല്ല നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ദ ടാസ്ക് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് NBC വാസ് എൻട്രസ്റ്റഡ് ടു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS. ഈ BIS എന്നുള്ള പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും. പല സിനിമയിലും ഒക്കെ ഈ ഒരു ബ്യൂറോ, പരസ്യത്തിലൊക്കെ നമ്മൾ BIS ഹോൾമാർക്ക് മുദ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ദൗത്യം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ഏറ്റെടുത്തത്. അവരാണ് ഈ ഒരു നാഷണൽ ബിൽഡിംഗ് കോഡ് നമുക്ക് പ്രിപ്പയർ ആയത്. ദ ഫസ്റ്റ് റിവിഷൻ ഓഫ് NBC വാസ് പബ്ലിഷ്ഡ് ഇൻ 1970 ആൻഡ് വാസ് ഫസ്റ്റ് റിവൈസ്ഡ് ഇൻ 1983. അപ്പോൾ ആദ്യത്തെ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രിപ്പയർ ചെയ്തത് 1970-ലാണ്. അതിനെ ആദ്യമായിട്ട് റിവൈസ് ചെയ്തത് 1983-ലാണ്. എന്താണ് ഈ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബുക്ക് ഇറക്കി, ഇപ്പോൾ ബേസിക് സിവിലിൻ്റെ ഒരു ബുക്ക് ഇറക്കി. ഇപ്പോൾ 2015 ബേസിക് സിവിലിൻ്റെ ഒരു ബുക്ക്
ഇറക്കി കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് ബേസിക് സിവിലിൻ്റെ ഒരു ബുക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് ഏത് സ്കീമിനെ റിലേറ്റ് ചെയ്തായിരിക്കും? 2015 സ്കീമിലെ പിള്ളേർക്ക് പഠിക്കാനായിരിക്കും ഇറക്കിയത് അല്ലേ? അതേ ബുക്ക് നമുക്ക് 2019 യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 2021 ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ സ്കീം മാറി. 2015 സ്കീമിൽ നിന്ന് KTU 2019 സ്കീമിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സിലബസും കുറച്ച് ടോപ്പിക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ബേസിക് സിവിലിൻ്റെ പഴയ ഓർഡർ തന്നെ, നേരത്തെ പബ്ലിഷ് ചെയ്ത അതേ ഓർഡർ തന്നെ അതിൻ്റെ റിവൈസ്ഡ് എഡീഷണർ എന്ന് പറഞ്ഞ പോലെ 1970 ആദ്യത്തെ ബിൽഡിംഗ് കോഡ് ഇറക്കിയത്. പിന്നെ അതിൻ്റെ അകത്തുള്ള പോരായ്മകളും പ്രോബ്ലംസും കൺഫ്യൂഷൻസൊക്കെ മാറ്റി 1983 അത് വീണ്ടും റിവൈസ് ചെയ്തിറക്കി. ലേറ്റർ ദിസ് എഡീഷൻ വാസ് അഗെയിൻ റിവൈസ്ഡ് ടു ദ കറണ്ട് വൺ ഇൻ 2005 and 2016. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ എഡീഷൻ എന്ന് പറഞ്ഞാൽ 2016. ഇപ്പോൾ 2005 2016 അവസാനമായിട്ട് ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് റിവൈസ് ചെയ്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ബിൽഡിംഗ് കോഡ് ഇനി എത്ര വർഷം പോയാലും അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം നമ്മൾ പുതിയതായിട്ടുള്ള ലോ കോസ്റ്റ് മെറ്റീരിയലൊക്കെ കണ്ടുപിടിക്കുന്നു, പുതിയ ഡിസൈനിങ് ടെക്നിക്സ്. പണ്ടൊക്കെ നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ വരച്ചുകൊണ്ടിരുന്നത് കൈകൊണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ എക്യുപ്മെൻറ്റ്സ് മാറി, പഴയ എക്യുപ്മെൻറ്റ്സ് മാറി നമ്മൾ ഓട്ടോമേഷനിലേക്കൊക്കെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ബിൽഡിംഗ് കോഡ് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവസാനമായിട്ട് NBC നാഷണൽ ബിൽഡിംഗ് കോഡ് റിവൈസ് ചെയ്ത് 2016. അടുത്തത് നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡിൽ 11 പാർട്സാണുള്ളത്. നാഷണൽ ബിൽഡിംഗ് കോഡിൽ 11 പാർട്ടുകളാണുള്ളത്. ശ്രദ്ധിക്കണം, പാർട്ട് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ 11 പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് 1, 2, 3 എന്നായിരിക്കും പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ കോഡ് ബുക്കിൽ പാർട്ട് 1 അല്ല, പാർട്ട് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 0 ഇൻ്റഗ്രൽ അപ്രോച്ച്, പാർട്ട് 1 ഡെഫിനിഷൻസ്, പാർട്ട് 2 അഡ്മിനിസ്ട്രേഷൻ, പാർട്ട് 3 ഡെവലപ്മെൻറ്റ്, control rules and general building requirements, part 4 fire and safety, part 5 building materials, part 6 structural design, part 7 constructional practice and safety, part 8 building services, part 9 plumbing services, and part 10 landscaping, signs and outdoor ഡിസ്പ്ലേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നാഷണൽ ബിൽഡിംഗ് കോഡ്സിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് പാർട്ടുകൾ. ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം NBCയെ പറ്റി നമുക്കൊരു ഷോർട്ട് നോട്ട് എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡിങ് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ്. ഇത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എടുത്തു. ഇത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കോളേജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെഡ് കളറിൽ പെയിൻറ്റ് ചെയ്ത പൈപ്പ് താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകണ കാണാം. അതേപോലെ ഓരോ എൻഡിലും ഫയർ ഡിസ്റ്റിങ്ക്യൂഷറായിട്ട് ഒരു സിലിണ്ടർ വെച്ചേക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ ഫയർ ആൻഡ് സേഫ്റ്റി റിക്വയർമെൻ്റ് ആണ്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടത്തുള്ളൂ. ഫൈനൽ പെർമിറ്റും അതിൻ്റെ സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഓരോ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് റെഗുലേഷൻസും ലോസും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും, ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് നമ്മൾ ബിൽഡിങ് പണിഞ്ഞപ്പോൾ വെച്ചു, പിന്നെ വേണ്ടാന്നല്ല, ഓരോ 2 കൊല്ലം കഴിയുമ്പോഴും അത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെച്ചേക്കുന്ന ആ ഗ്യാസ് സിലിണ്ടേഴ്സാണ്. അത് 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ അകത്തുള്ള ഗ്യാസ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ റീഫിൽ ചെയ്യണം. പിന്നെ ആ പൈപ്പുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് റിലവൻസ് ഓഫ് NBC. നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ റിലവൻസ് എന്താണ്? NBC കൺട്രോൾസ് അൾട്ടിമേറ്റ്ലി ഓൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയെയും അൾട്ടിമേറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഈ നാഷണൽ ബിൽഡിംഗ് കോഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഏത് സ്ഥലത്തായിക്കോട്ടെ അതെല്ലാം നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡിൽ പറഞ്ഞേക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഓൾ റെഗുലേഷൻസ് റിലേറ്റഡ് ടു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റെഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണെന്നുള്ളതെല്ലാം ഈ NBCയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
states and union territories of our country have framed building rules and rules of firefighting, solid waste management, etc. based on NBC. അപ്പോൾ ഓൾറെഡി നമുക്ക് നാഷണലായിട്ട് NBC ഉണ്ട് എങ്കിലും ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കുറച്ച് ബൈലോസ് ഉണ്ട്, ബിൽഡിംഗ് ബൈലോസ് ഉണ്ട്. അതായത് ഇപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിൽ ജനറൽ ക്രൈറ്റീരിയയും ജനറൽ റെഗുലേഷൻസും റൂൾസുമാണ് ഉള്ളത്. പക്ഷേ ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് അവിടുത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡും യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാശ്മീരും കേരളവും, കാശ്മീരിനകത്ത് എന്താണ് ഹെവി കോൾഡ് അല്ലേ, നല്ല തണുപ്പുള്ള സ്ഥലമാണ് കാശ്മീർ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സ്റ്റോണും ആ രീതിയിലൊക്കെ ആയിരിക്കും. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ കുറച്ച് പാടാണ്. കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് വെതർ കണ്ടീഷനുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ ടൈപ്സും എക്യുപ്മെൻസും ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേറ്റും NBCനെ റെഫർ ചെയ്തിട്ട് ഈ ബിൽഡിംഗ് റൂൾസൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ വെതർ കണ്ടീഷനും വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, എക്യുപ്മെൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. ഓക്കെ. ബിസൈഡ്സ് പ്രിസ്ക്രൈബിംഗ് വേരിയസ് പ്രൊവിഷൻസ് also allows freedom of action to adopt appropriate practices, absorbing traditional practices as well as latest developments in knowledge in the various disciplines. ഓക്കെ. അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ NBC നമുക്ക് ഒരുപാട് റെഗുലേഷൻസും ലോസൊക്കെ വെക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്, ആര് ബിൽഡിങ് പണിഞ്ഞാലും സേഫായിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ടേഴ്സ് ആയിരിക്കും ബിൽഡിങ് പണിയുന്നത്, നമ്മളായിരിക്കും ക്ലൈൻറ്റ്. അപ്പോൾ കോൺട്രാക്ടേഴ്സ് അവരുടെ ബാധ്യത തീർക്കാൻ വേണ്ടി പണിഞ്ഞു വെച്ചാൽ നമ്മളായിരിക്കും അവിടെ താമസിക്കുക, അല്ലെങ്കിൽ നമ്മളായിരിക്കും ആ ബിൽഡിങ് യൂസ് ചെയ്യുന്നത്. അത് തകർന്നു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ലോസൊക്കെ നമുക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും മാൽ പ്രാക്ടീസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചേക്കുന്നത്. മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോഴും കൺസ്ട്രക്ഷൻ സൈറ്റിൽ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിർബന്ധമായിട്ടൊരു എഞ്ചിനീയർ വേണം, സിവിൽ എഞ്ചിനീയർ, എങ്കിലേ അവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കാവുന്നതാണ്. അപ്പോൾ ഈ റൂൾസൊക്കെ വെച്ചേക്കുന്നത് വെക്കുന്ന ബിൽഡിങ്ങിന് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്ന് കരുതി നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം നമുക്കുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. ചില ബിൽഡിംഗ് റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും, ഇറഗുലർ ഷേപ്പിലുള്ള ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ചിലവർ ഡോർസും വിൻഡോസൊക്കെ വുഡ് വെച്ചിട്ടായിരിക്കും, ചിലവർ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ മാറ്റാനും ഭംഗി കൂട്ടാനും പെയിൻ്റ് അടിക്കാനും അതിൻ്റെയൊക്കെ ഫ്രീഡം ഈ NBC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. As relevant to a building including computer aided or other modern sensors aided activities in various stages of conceptualization, planning, designing, construction, maintaining and repairing the building. Okay. അപ്പോൾ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ, അതായത് മോഡേൺ കൺസ്ട്രക്ഷൻ ടെക്നിക്സിൻ്റെ ഭാഗമായിട്ട് എന്താണ് മോഡേണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, നമ്മൾ CAD ഡ്രോയിങ് എന്നൊക്കെ പറയും. അപ്പോൾ ആ CAD ഡ്രോയിങ്ങിൻ്റെ യൂസ്, പിന്നെ മോഡേൺ ആയിട്ടുള്ള സെൻസേഴ്സ്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഗേറ്റ് തുറക്കാനും ഡോർ തുറക്കാനൊക്കെ ആയിട്ട് ഓട്ടോമേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫേസ് റെക്കഗ്നൈസേഷൻ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ മൊബൈൽ പോലെ. അപ്പോൾ അങ്ങനേതായിട്ടുള്ള മോഡേൺ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ബിൽഡിംഗ് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനുമുള്ള എല്ലാ പ്രൊവിഷൻസും ഈ NBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ദ ഇൻഫർമേഷൻ ആൻഡ് മാൻഡേറ്ററി പ്രാക്ടീസസ് ആർ അവൈലബിൾ ഇൻ NBC റിലേറ്റഡ് ടു ദ ഫോളോയിങ് ആസ്പെക്റ്റ്. അപ്പോൾ NBCയിൽ പറയുന്ന കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസും അതിൻ്റെ ഇൻഫർമേഷൻസുമാണ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. 5 പോയിൻ്റാണുള്ളത്. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിങ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റും പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസും ഈ NBCയുടെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ജനറൽ റെഗുലേഷൻ, അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി റിക്വയർമെൻറ്റ്, ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, സസ്റ്റൈനബിലിറ്റി അപ്രോച്ച്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോളാർ പാനലിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ നമുക്ക് NBCയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്ട്സ്. സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ വരുന്ന ലോഡുകൾ എന്തൊക്കെയാണ്, ഫോഴ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം,
അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് സോയിലിൻ്റെ ബേസ് ചെയ്തിട്ട് ഏത് ഫൗണ്ടേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയലിൽ നമുക്ക് ഏതൊക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാം, പിന്നെ മേസണറി സ്ട്രക്ചറാണ് കൊടുക്കുന്നതെങ്കിലും കോൺക്രീറ്റ് ആണ് കൊടുക്കുന്നതെങ്കിലും സ്റ്റീലാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ ഗ്രേഡുകൾ, ഇപ്പോൾ സ്കൂൾ ബിൽഡിങ്സിന് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൊടുക്കണം, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കമ്പി, അതാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രേഡ് എന്തായിരിക്കണം. ചുമ്മാ കൊണ്ടുവന്ന് ഏതെങ്കിലും സ്റ്റീൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ISO സർട്ടിഫൈഡ് ആയിരിക്കണം, അതിന് ഇത്ര ഗ്രേഡ് വേണം, ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ NBCയിൽ മാൻഡേറ്ററി ആണ്. അടുത്ത കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഓർ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഓർ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. It deals with construction management practices, safety, asset and facility management. അതായത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ടല്ലേ. ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് തീരുന്നവരെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്, ഒരുപാട് ലേബേഴ്സ് വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമായിട്ടുള്ള കുറേ ബൈലോസും പിന്നെ ആ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാൻഡേറ്ററി പ്രാക്ടീസസൊക്കെ NBCയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സൈറ്റിൽ നിർബന്ധമായിട്ടും സൂപ്പർവൈസറും എൻജിനീയേഴ്സും ഇത്ര ലേബേഴ്സും, ആ ലേബേഴ്സിന് ഇത്ര മണിക്കൂറേ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാവൂ, അവർക്ക് മിനിമം വേജസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും അവിടുത്തെ ഫെസിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും NBCയിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് സർവീസസ്. ബിൽഡിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക ഹാപ്പിനെസ്സിനും നമ്മുടെ ഈസിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക ഈസി ആയിട്ട് ബിൽഡിംഗ് ആക്സസ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും പാരാമീറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ വർക്ക് വരും, പിന്നെ എയർ കണ്ടീഷൻസ് കൊടുക്കണമെങ്കിലുള്ള ഫെസിലിറ്റീസ്, ഹീറ്റിംഗ് മെഷീൻസ് കൊടുക്കണമെങ്കിൽ ഉള്ള കാര്യങ്ങൾ, പിന്നെ ലിഫ്റ്റുകൾ, റാമ്പുകൾ, അങ്ങനെ പല അതെല്ലാമാണ് ഇൻസ്റ്റലേഷൻ വരുന്നത്. ഇപ്പോൾ ഒരു മാൾ എടുത്തു കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മാൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സർവീസസ് ഉണ്ടാവും? ലിഫ്റ്റ് ഉണ്ടാവും, റാമ്പ് ഉണ്ടാവും, എസ്കലേറ്റേഴ്സ് ഉണ്ടാവും, സ്റ്റെയർ കേസുകൾ ഉണ്ടാവും, വൈഫൈ ഫെസിലിറ്റി, അങ്ങനത്തെ സൗണ്ട് സിസ്റ്റം ഫെസിലിറ്റി, അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും. ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ്, ഇപ്പോൾ നമ്മുടെ കോളേജും സ്കൂളുകളൊക്കെ ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. 3 നിലയ്ക്ക് മുകളിലുള്ള ഏത് ബിൽഡിംഗ് ആണെങ്കിലും അത് ഹൈ റൈസിൻ്റെ കാറ്റഗറിയിൽ പെടും. അപ്പോൾ 3 നിലയ്ക്ക് മുകളിലുള്ള ഒരു ബിൽഡിംഗ് 3 ഫ്ലോർ വരെയാണെങ്കിൽ കുഴപ്പമില്ല. 3 മുകളിൽ നിലകളുള്ള ഒരു ബിൽഡിംഗ് എടുത്താൽ അവിടെ കമ്പൾസറി ആയിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റി വേണം. ഇനി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങും സ്കൂളും ഹോസ്പിറ്റലൊക്കെ എടുത്തു കഴിഞ്ഞാലും അവിടെ റാമ്പ് ഫെസിലിറ്റി വേണം. റാമ്പ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റോളർ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ് ഈ റാമ്പ് ഫെസിലിറ്റി. അവർക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് കടന്ന് കയറാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈ റൈസ് ബിൽഡിങ്ങിന് ഫയർ എക്സിറ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സൈഡിൽ അതിന് സ്റ്റെയർ കേസ് വേണം. അത് നടുക്കായിരിക്കത്തില്ല, ഒരു എൻഡിലായിരിക്കും. ബിൽഡിങ്ങിൻ്റെ 2 അറ്റത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിലായിട്ട് മിനിമം ഒരു സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ബിൽഡിംഗ് സർവീസിന് റിലേറ്റ് ചെയ്ത് വരുന്നത്. ലാസ്റ്റ് പോയിൻറ്റ്, പ്ലംബിംഗ് സർവീസസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതായത് വാട്ടർ സപ്ലൈ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഡ്രെയിനേജ്, സാനിറ്റൈസേഷൻ ഫെസിലിറ്റി, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗ്യാസ് സപ്ലൈ. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിലുണ്ടാകുന്ന ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രി പണിയുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു പ്ലാന്റ് വേണം. അത് ചുമ്മാ നമുക്ക് സറൗണ്ടിങ് കായലിലേക്കോ ഭൂമിയിലേക്കോ ഒന്നും കൊണ്ടേ കുഴിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം. അവിടത്തേക്കുള്ള എന്താ പറയുക, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു ബിൽഡിംഗ്, സാധാരണ ഒരു വീട് വെക്കാനുള്ളൊരു പ്ലാനും കൊണ്ട് പോയാലും അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കാണിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് സാങ്ഷൻ കിട്ടും. അതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്, 2016 മുതലുള്ള ബൈലോയിൽ വന്നതാണ്. ഏത് ബിൽഡിംഗ് വെക്കുകയാണെങ്കിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൊരു ഡിസൈൻ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള പ്ലംബിംഗ് സർവീസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമുക്ക് NBCയുടെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നാഷണൽ ബിൽഡിംഗ് കോഡിനെ പറ്റിയാണ്. നാഷണൽ ബിൽഡിംഗ് കോഡ് എന്താണ്, അതിൻ്റെ അകത്ത് എത്ര പാർട്സ് ഉണ്ട്,
അതിൻ്റെ റിലവൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.